ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്ന് വീഡിയോ ടാരോ കാർഡ്സ് എന്ന് വെച്ചിട്ടല്ല, നമുക്ക് ഹയർ സെൽഫ് മെസ്സേജസ് ഫ്രം ആകാശ റെക്കോർഡ്സ് ആണ് കേട്ടോ. അതിലൂടെയാണ് എനിക്ക് ഇന്ന് മെസ്സേജസ് തരാൻ തോന്നിയത്. ഈ ഒരു വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് എനിക്കറിയില്ല, കാരണം വൈഫൈ ടെക്നിക്കൽ പ്രോബ്ലം നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഓക്കെയിലായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് എൻ്റെ ചാനൽ കാണുന്നവർക്ക് ഉള്ള മെസ്സേജസ് ആണ്. ഇതിൽ എനിക്ക് ബുക്ക് തുറന്നപ്പോൾ കണ്ടത് പുതിയ ഒരു എക്സ്പെരിമെൻറ്റ് നടക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കാം. വീട്ടിൽ ആർട്ട് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊടി തട്ടി തുടങ്ങുന്നു. റെസിൻ ആർട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തരം ആർട്സുകളിലൊക്കെ നിങ്ങൾ കൂടുതൽ എൻഗേജ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഫ്രഷ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ്സ് കാണിക്കുന്നുണ്ട്. ഹീലിംഗ് നന്നായിട്ട് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇച്ചിങ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇച്ചിങ് പർജിങ്സ് ഒക്കെ നിങ്ങൾക്ക് വരുന്നത് കാണുന്നു. ഇതിൽ കുറച്ച് പേരൊക്കെ സോൾ പർപ്പസിലേക്കായിട്ട് ചെയ്യാൻ തുടങ്ങുന്നതായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ഡെഡായിട്ടുള്ള ചത്ത ജീവികളെ കൂടുതലായിട്ട് കാണുന്നതായിട്ട് കണ്ടു. എനിമൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചത്ത കിടക്കുന്ന പല ഇതിനും കാണുന്നതായിട്ട്. അത് ട്രാൻസ്ഫോർമേഷൻസിനെയും ചേഞ്ചിനെയാണ് പറയുന്നത് കേട്ടോ. ഇതിൽ കാർ വാങ്ങാൻ പോകുന്നതായിട്ട്, കാർ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നവർ കാർ വാങ്ങാൻ സാധിക്കുന്നു. അതിൻ്റെ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഞാൻ എൻ്റെ 2 വീലർ മാനിഫെസ്റ്റേഷൻ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ പിന്നെ ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെ ഫുൾ ആ വണ്ടികളായിരുന്നു. അപ്പോൾ നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാറായി എന്ന് മനസ്സിലാക്കുന്നത്, നമ്മൾ എന്തെങ്കിലും കാര്യം മാനിഫെസ്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാര്യം എങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതൊരു മാനിഫെസ്റ്റേഷൻ്റെ ഒരു ടിപ്പാണ്. ലൈക്ക് യെസ്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുന്നു. ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ബ്ലാക്ക് ഫെദറെ കാണിക്കുന്നു. ഇപ്പോൾ ആൻസിസ്റ്റേഴ്സായിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടിട്ടൊക്കെ അവരുടെ ഡെത്ത് ആനിവേഴ്സറി അങ്ങനത്തെ ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നന്നായിട്ട് ആൻസിസ്റ്റേഴ്സുമായി കണക്ട് ചെയ്ത് ഫോറിഗ്നേഴ്സൊക്കെ കൊടുക്കുക. ഡീപ്പായിട്ട് ട്രാൻസ്ഫോർമേഷൻസ് കാണിക്കുന്നുണ്ട്. ന്യൂ ഗാഡ്ജറ്റ്സ്, നിങ്ങൾ എന്തെങ്കിലും ഒരു ലാപ്പോ ഫോണോ അല്ലെങ്കിൽ ടാബ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വാങ്ങാനുള്ള കാര്യങ്ങൾ കാണുന്നതായിട്ട് ഉണ്ട്. എക്സ് ഭയങ്കരമായിട്ട് ചേസ് ചെയ്യുന്നു. ആ ചേസ് ചെയ്യുന്നത് മേ ബി 3Dയിലായിരിക്കില്ല, 5Dയിലായിരിക്കും. നിങ്ങൾക്ക് എക്സിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് പേഴ്സണെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ഒരുപാട് ഡ്രീംസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിങ് കാണിക്കുന്നു. ഇൻ ആൻഡ് ഔട്ട് എനർജി കാണിക്കുന്നുണ്ട്. അവർ ഒരു വന്നു പോകുന്നു അങ്ങനത്തെ ഒരു എനർജിയാണ്. നിങ്ങൾ വൈബ്രേഷണലി മാച്ച് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടും കണ്ടു കേട്ടോ. പിന്നെ ഭയങ്കര എക്സ്ട്രീം ഫാറ്റിക്, തീരെ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല, അത്രയും എക്സ്ട്രീമായിട്ട് ടയേർഡ് വരിക. 9, 11, 6, 9, 6, 9, 1, 9, 1, 9 എന്ന നമ്പേഴ്സ് കൂടുതൽ കാണുന്നുണ്ടായിരിക്കും. അതുപോലെ 333, 144, 777, 1414 അല്ലെങ്കിൽ 144 ഇങ്ങനത്തെ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്ത് വരാൻ ചാൻസസ് വെരി ഹൈ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. കാർമിക് സൈക്കിൾസ് ബ്രേക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫാമിലിയിലത്തെ ചെയിൻ ബ്രേക്കർ ആയിരിക്കാം. ഒരുപാട് നാളെന്ന് ഉദ്ദേശിക്കുന്നത് ഇയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ കുറേ ആൻസിസ്റ്റേഴ്സ് ആയിട്ടുള്ള കർമ്മ ബ്രേക്ക് ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ടാണ് സ്പിരിച്വലി ആയി വരുന്നത്. നമ്മൾ സ്പിരിച്വലി ആയി വരുന്നതിന് ഒരുപാട് മീനിങ്സും ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. നമ്മൾക്ക് മാത്രമുള്ള സോളിൻ്റെ മാത്രമായിരിക്കും. നമ്മുടെ ഫാമിലിയിലത്തെ കാര്യങ്ങൾ ഹീൽ ചെയ്യാനുണ്ടായിരിക്കും. DMൻ്റെ ഭാഗത്തുനിന്ന് ഹീൽ ചെയ്യാനുണ്ടായിരിക്കും. പാർട്ട്ണറിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളിലൂടെ അവർക്ക് വെളിച്ചം കിട്ടാനുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളിലൂടെ വേറെ അതാണ് സോൾ പർപ്പസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നിങ്ങളിലൂടെ ഒരുപാട് പേർക്ക് വെളിച്ചം വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. മെട്രിക്സ് കൊളാപ്സിങ് എന്ന് കണ്ടു. ശരിയാണ്, മെട്രിക്സ് കൊളാപ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണോ കൂട്ടി വെച്ചിട്ടുള്ള കൊട്ടാരങ്ങൾ, 3D ഇല്യൂഷനിൽ വെച്ച് കൊട്ടാരങ്ങൾ തകർന്നു വീഴുന്നതായിട്ട് കാണുന്നുണ്ട്. ജ്വല്ലറി മേക്കിങ്, എനിക്കിത് കൂടുതലും ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ജ്വല്ലറി മേക്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ആകുന്നു. നിങ്ങൾ പഠിക്കാതെ തന്നെ ഉണ്ടാക്കാൻ നോക്കുന്നു, അത് സക്സസ് ആകുന്നു, നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആകുന്നു, ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ ലേണിംഗ് ആണ്, പുതിയതായിട്ട് നിങ്ങൾ എന്തൊക്കെ ലേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു തരത്തിലും അത് പഠിക്കാനുള്ള എമൗണ്ട് ഇല്ലെങ്കിലും നിങ്ങൾ സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റ്സ്, മണിയൊക്കെ വരുന്നതായിട്ടും നിങ്ങൾ എക്സൈറ്റഡ് ആകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പാഷനിൽ കൂടുതൽ ഫോക്കസ്ഡ് ആകുന്നു എന്ന് കണ്ടു.
ചുവന്ന ബോളുകളെ കാണിച്ചു, റെഡ് ബോൾസ്. അത് ആങ്കർ, ദേഷ്യം, നിങ്ങളുടെ ദേഷ്യമൊക്കെ പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. മാസ് ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടല്ലോ, മേ ബി അതായിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത്, അത് റൂട്ട് കോസ് കണ്ടുപിടിച്ച് അതിനെ ക്ലിയർ ചെയ്യുക കേട്ടോ. ഒരുപാട് തെങ്ങുകൾ കാണിച്ചു, കോക്കനട്ട്. മേ ബി കോക്കനട്ട് റിലേറ്റഡ് ഫുഡ് കൂടുതൽ കഴിക്കുന്നുണ്ടായിരിക്കാം, ദോശ, ചട്നി അങ്ങനത്തെ, അല്ലെങ്കിൽ എന്തോ അങ്ങനത്തെ കോക്കനട്ട് മേ ബി. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ചെടികൾ, മരങ്ങളോ അല്ലെങ്കിൽ ആലപ്പുഴ അങ്ങനത്തെ ഒരു ബോട്ടിങ് അങ്ങനെയൊക്കെ പല രീതിയിൽ പോകുന്നതായിട്ട് കാണുന്നു. പ്ലേസസ് വിസിറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. ലിവ് യുവർ ലൈഫ്, നോ റിഗ്രറ്റ്സ്. നിങ്ങൾ ജീവിതം ജീവിക്കുക റിഗ്രറ്റ്സും ഇല്ലാതെ, നാളത്തെക്കുറിച്ച് ചിന്തിക്കാതെ, ഇന്നലെ പോയതിനെക്കുറിച്ച് ചിന്തിക്കാതെ, ഇന്ന പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾ ജീവിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. കാമായിട്ടിരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്ന ടൈമായിട്ട് പറയുന്നുണ്ട്. നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, നിങ്ങളുടെ സോളുമായിട്ട് കണക്ട് ചെയ്യുക. യൂണിവേഴ്സിന് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് നിങ്ങൾ, മൂന്നാമതാണ് നിങ്ങൾ. ബാക്കി ആർക്കാണോ കൊടുക്കേണ്ടത് കേട്ടോ. ഇത് തിരിഞ്ഞു പോകരുത് ഈ ലൈന്. ഏറ്റവും കൂടുതൽ ഡീപ്പർ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെയും കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, പുഷ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്ലാരിറ്റി കിട്ടും. പിന്നെ നിങ്ങൾ നല്ല രീതിയിൽ ബോഡി കെയർ ചെയ്യാൻ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. മൈൻഡ്, ബോഡി, സോളിൽ മൈൻഡും ബോഡിയൊക്കെ നിങ്ങൾ ഏതാണ്ടൊക്കെ, മൈൻഡും സോളൊക്കെ നിങ്ങൾ ഏതാണ്ടൊക്കെ ഹീലിങ്സ് ആയിട്ടൊക്കെ സോളിനെ നിങ്ങൾ ക്ലിയർ ചെയ്യാൻ തുടങ്ങി. മൈൻഡിനെ ഇതാക്കാതെ ഷാഡോ വർക്ക്സ് ചെയ്ത് തുടങ്ങി. ബോഡിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങി. ജിം അല്ലെങ്കിൽ യോഗ, മെഡിറ്റേഷൻ, സൂബ അങ്ങനത്തെ കൈൻഡ് ഓഫ് തിങ്സ്, ബോഡിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. വളരെ നല്ലതാണ് കേട്ടോ. DFസിനോട് ഒരുപാട് നന്ദിയുണ്ട്. കീപ് ഗോയിങ് എന്ന് പറയാനുണ്ട്. നിങ്ങൾ കൺഗ്രാറ്റ്സ്, നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് ഉണർന്നു വരികയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെസ്സേജസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ന്യൂ ഫ്രഷ് സ്റ്റാർട്ടിങ് ബിഗിനിങ്സ് ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ബിഗിനിങ്സും എല്ലാ രീതിയിലുള്ള ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സഫലീകരിക്കട്ടെ എന്ന് യൂണിവേഴ്സിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത് റെസൊനേറ്റ് ചെയ്ത് തോന്നുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് അതുപോലെ ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യാനും കോഡ് കട്ടിങ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് സെഷൻസാണ്, കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് ഉദ്ദേശിക്കുന്ന വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ദയവ് ചെയ്ത് കോൾസ് ചെയ്യാതിരിക്കുക, അത് വളരെയധികം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നതാണ്. ഞാൻ എന്തെങ്കിലും ഹീലിങ്സ് ഒക്കെ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കോളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ആ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ദയവ് ചെയ്ത് അതൊന്നും മനസ്സിലാക്കി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ആരും അങ്ങനെ വിട്ടുപോകാറില്ല. പിന്നെ നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന തോന്നുമ്പോൾ അപ്പോൾ ഡയറക്റ്റ് ബ്ലോക്ക് ചെയ്യാം. എനർജി റീഡ് ചെയ്യാൻ സാധിക്കും നമുക്ക്. അപ്പോൾ പേഴ്സണൽ റീഡിങ്സോ കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ മെസ്സേജസ് കണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്ത് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്കിതുപോലെ ഡിവൈൻ ഫെമിനിൻസ് കൂടുതൽ അവരെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ ബാക്കിയുള്ളവർക്ക് എനർജി കൊടുക്കുന്നത് നിർത്തിയിട്ട് നമ്മളിലേക്ക് ഷിഫ്റ്റ് വരുന്നുണ്ട്, നിങ്ങളിലേക്ക് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആവുന്നതും കണ്ടു. അത് ഞാൻ പറയാൻ വിട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളെ ഹാപ്പി ആക്കുന്ന ഒരുപാട് സെൽഫ് റെസ്പെക്റ്റും ബൗണ്ടറീസ് വെക്കാനും, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന കാര്യം അതാണ്, നിങ്ങളുടെ സോളിലേക്ക് കണക്ട് ചെയ്യുക. അതൊക്കെ ഒരുപാട് നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ഹയർ സെൽഫ് മെസ്സേജസ് ആണ് ത്രൂ ആകാശ റെക്കോർഡ്സ്. അപ്പോൾ താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.